രാഷ്ട്രീയ അസ്ഥിരതയും ഇന്ത്യാവിരുദ്ധ പ്രക്ഷോഭങ്ങളും ബംഗ്ലാദേശിനെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ട്. ഇന്ത്യയെ ലക്ഷ്യമിട്ട് ആരംഭിച്ച പ്രതിഷേധങ്ങൾ ഒടുവിൽ ആ രാജ്യത്തിന്റെ സ്വന്തം സമ്പദ് വ്യവസ്ഥയ്ക്കാണ് വലിയ തിരിച്ചടിയായി മാറുന്നത്. ബംഗ്ലാദേശിലെ വ്യാപാര വ്യവസായ മേഖലകൾ സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ രാജ്യത്തിന്റെ നട്ടെല്ലായ വസ്ത്രനിർമ്മാണ മേഖല കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർ തൊഴിലെടുക്കുന്ന മേഖലയാണ് റെഡിമെയ്ഡ് വസ്ത്ര വ്യവസായം. എന്നാൽ ഈ മേഖലയിൽ ഇപ്പോൾ ഉൽപാദനം തുടരാൻ കഴിയാതെ തളർന്നിരിക്കുകയാണ്. നിർമ്മിച്ച വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യാനാകാതെ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ 6-7% GDP വളർച്ച കൈവരിക്കാൻ സഹായിച്ച ഈ മേഖലയിൽ ബംഗ്ലാദേശ് ആഗോളതലത്തിൽ മുൻപന്തിയിലായിരുന്നു. ഇന്ത്യയേക്കാൾ മുന്നിലായിരുന്നു വസ്ത്ര കയറ്റുമതിയിലും. എന്നാൽ ഇപ്പോഴത്തെ അസ്ഥിരാവസ്ഥ ഇന്ത്യയിലെ വസ്ത്ര കയറ്റുമതി കമ്പനികൾക്ക് പോലും അവസരമാകുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗാസിപ്പൂർ, സവാർ, നാരായണഗഞ്ച് തുടങ്ങിയ വ്യവസായ കേന്ദ്രങ്ങളിലെ പ്രധാന ഫാക്ടറികൾ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് അടച്ചുപൂട്ടി. മറ്റു പ്രദേശങ്ങളിലെ ഫാക്ടറികൾ പ്രവർത്തനം കുറച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഗതാഗതവും പെട്രോൾ പമ്പുകളും നിർത്തിവെക്കുന്നതോടെ കയറ്റുമതി ശൃംഖല തകരാറിലായി. തുറമുഖങ്ങളിലെ അനിശ്ചിതത്വവും തൊഴിലാളി ക്ഷാമവും പ്രതിസന്ധി രൂക്ഷമാക്കി. ഇതിനിടയിൽ ഇന്ത്യ നൽകിയ മറ്റൊരു ഷോക്ക് കൂടി ബംഗ്ലാദേശിന്റെ വ്യാപാര മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തി. കരമാർഗം എത്തുന്ന ചരക്കുകൾ ഇന്ത്യയിലെ തുറമുഖങ്ങൾ വഴി ട്രാൻസ്ഷിപ്മെന്റ് ചെയ്യാനുള്ള അനുമതി പിൻവലിച്ചതോടെ ചെറുകിട വ്യവസായങ്ങളുടെ കയറ്റുമതിയും നിലച്ചു. ഇന്ത്യ തുടർന്നാൽ രാജ്യാന്തര ഓർഡറുകൾ നഷ്ടമാകുമെന്ന ആശങ്ക വ്യാപാരികൾക്കുണ്ട്. വിശ്വസനീയമായ വ്യാപാര പങ്കാളി എന്ന ബംഗ്ലാദേശിന്റെ പ്രതിച്ഛായയ്ക്കും മങ്ങലേൽക്കുന്നു. രാത്രികാല അക്രമ സാധ്യത ഉയർന്നതോടെ നഗരങ്ങളിൽ ഷോപ്പിംഗ് മാളുകളും വ്യാപാര കേന്ദ്രങ്ങളും നേരത്തെ അടയ്ക്കുകയാണ്. ഇതോടെ ആഭ്യന്തര വ്യാപാരവും കുത്തനെ ഇടിഞ്ഞു. സാമ്പത്തിക കണക്കുകൾ ബംഗ്ലാദേശിലെ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര നാണയനിധി IMF ഈ സാമ്പത്തിക വർഷത്തെ GDP വളർച്ച 4.9% കുറച്ചപ്പോൾ ലോകബാങ്ക് അത് 3.3% പ്രവചിക്കുന്നത്. അങ്ങനെയെങ്കിൽ 36 വർഷത്തിനിടയിലെ ഏറ്റവും മോശം വളർച്ചയായിരിക്കും അത്. പണപ്പെരുപ്പം 2 അക്കത്തിൽ എത്തിയതിനു ശേഷം കുറയുന്നുണ്ടെങ്കിലും വിലക്കയറ്റം ജനങ്ങളെ കനത്ത സമ്മർദ്ദത്തിലാക്കുന്നു. കടബാധ്യതയും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. 10 വർഷം മുമ്പ് GDPയുടെ 27% കടബാധ്യത 2023-24 37.62% ഉയർന്നു. ഈ വർഷം അത് 40% മുകളിലേക്ക് പോകുമെന്നാണ് IMFന്റെ മുന്നറിയിപ്പ്. ഉയർന്ന പലിശ നിരക്കുകൾ വ്യവസായ വായ്പകളെയും ബാധിച്ചു. ഈ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് വിരാമമാകുമെന്ന പ്രതീക്ഷയോടെ ഫെബ്രുവരി 12-ന് പൊതു തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് മുഹമ്മദ് യൂനൂസ് നയിക്കുന്ന ഇടക്കാല സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിന്റെ ഭാവിയും രാജ്യത്തിന്റെ ദിശയും എന്താകുമെന്ന ആശങ്കയിലാണ് ബംഗ്ലാദേശ്.